കിളീനെ നന്നായിട്ട് നോക്കണം. കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ, നമ്മുടെ റിസോർട്ട്. അവള് ഭയങ്കര ഹാപ്പി. അവള് ഓരോന്നും കാണുമ്പോഴും അവള് നോക്കുന്നുണ്ട്. സന്തോഷം തന്നെ സന്തോഷം. നീ എന്തിനാവോ രാഗം കുടുംബോ സുന്ദര നോക്കട്ടെ. പൊന്നാണ് ഇത്. എന്തപ്പ ഇത് ഉണ്ണിയ ഉണ്ണിയ പൊന്നെ അമ്മ പൊന്നാണ് ഇത്. നല്ല നല്ല ഗുഡ് മൂഡിലാണ് കിളി. ഗുഡ് മൂഡിലാണ് മോർണിംഗ്. ഗുഡ് മൂഡിലാണ്. ഞാൻ റെഡി ആവാൻ കേട്ടോ. എനിക്ക് സങ്കടം വരും. ഒരു കുരുവില്ലാത്ത മുഖമായിരുന്നു. എങ്ങോട്ടേലും വരുമ്പോൾ പിമ്പിൾസ് കയറി വന്നോളും. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഇട്ടു. തെർമൽസ് ആണ് ഇട്ടത്. പിന്നെ അതിൻ്റെ മേലെ ഒരു ടോപ്പ് ഇട്ടു, ഒരു സ്കേർട്ട് ഇട്ടു. ഇതിൻ്റെ മേലെ ഒരു കോട്ട് വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എവിടെ? അടിയിലുള്ള ഡ്രസ്സ് എവിടെ? നടക്കാൻ ബുദ്ധിമുട്ടായപ്പോ അവളെന്നെ എടുത്ത പുറത്തേക്ക് സുന്ദരി. അപ്പൊ ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എങ്ങോട്ടേക്കാട്ടാ പോണേ? അരാറാത്ത് വ്യൂസ് ആൻഡ് സദേൺ വണ്ടേഴ്സ്. മൗണ്ട് അരാറാത്ത് വ്യൂ പോയിന്റ്, തുഷ്പ വൈനറി, വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നോറാവാങ്ക് മൊണാസ്ട്രി ആൻഡ് കാനിയൻ, 13th century monastery nestled in Red Cliffs. Overnight in Panorama House. വാവ്, ഇതാണ് ഇന്ന് നമ്മളെ സംഭവങ്ങള്. അപ്പൊ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാട്ടോ. നമ്മൾ എഴുന്നേറ്റു. ഇനി റെഡി ആയിട്ട് നമുക്ക് ഇടാനൊരു ഡ്രസ്സാണ് അവിടെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ വേറെ ചെയ്ത് 2-3 ഡ്രസ്സൊക്കെ ഇടേണ്ടി വരുമെന്ന്. അത്രയ്ക്ക് തണുപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ടാസ്ക്കാണ് ഈ മുടി. കോമ്പ് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കെട്ടൊക്കെ തീർക്കല് എണ്ണ വെക്കുമ്പോഴാണ്. അല്ലാതെ എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നൊരു മുടിയാണ്. ഞാൻ ചീർപ്പ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാറില്ല. പിന്നൊന്ന് പുതുമേ കിളീനെ റെഡിയാക്കണം. ലോഡ്സ് ഓഫ് പണിയുണ്ട്. ഇവിടുത്തെ ഈ മഞ്ഞും പിന്നെ കുറേ സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് മുടിയിലൊക്കെ സ്നോ ആയിട്ട് ഭയങ്കര അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതല്ലേ മോയ്സ്ചറൈസർ? മറ്റേ സാധനല്ലേ, സ്നെയിൽ ക്രീം അല്ലേ? ഒരു നീല കളർ സാധനം ഉണ്ടായിരുന്നല്ലോ. അതിനെ കൊണ്ടുവന്നിട്ടില്ല. അതാ ഉപയോഗിക്കല്? അത് കാലത്ത് ഉപയോഗിക്കാം. കാലത്ത് വേറെ നൈറ്റ് വേറെ ഒക്കെ ഉണ്ട്. നീ അങ്ങനെയല്ല പഠിപ്പിച്ചുള്ളത്. തെർമൽസ് ഇട്ടിട്ട് ഡ്രസ് ഇട്ടാ മതി. സുന്ദര നോക്കട്ടെ. യെസ്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. കിളിക്കും കൂടി കഴിക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഈ കേക്കൊക്കെ കുറച്ച് കിളിയുടെ വായിൽ വെച്ചെടുത്തു. അവൾക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ അവൾക്ക് മീലായിട്ട് നമ്മൾ കൊടുത്തത് ഇന്ന് പഴമാണ് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സോ പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. നീ എന്തിനാവോ രാഗം കുടുംബോ മസാജ് മസാജ്. എന്ത് രസമാണോ ഇത്! നല്ല മുഖമാണോ, എന്റെ സുന്ദരി മുഖമാണോ. ആ നിക്കുന്നത് ഞാനാണല്ലോ എന്നാണോ നോക്കുന്നത്? എങ്ങനെ ഒരു ഡ്രസ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇടുന്ന ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതിയാ? സൂര്യകാന്തിയാണോ ഇത്? ഫ്ലവറിന്റെ കുപ്പായമാണോ ഇത്? നമ്മള് റെഡിയായി. നമ്മളെ ചെക്ക് ഔട്ട് ചെയ്യാണ് ഇവിടുന്ന്. There is 2 options. As soon as we get out from the city, either there will be like snow or sun. Let's see which one we will have.
നമ്മൾ ഇന്ന് കുറച്ച് അധികം സ്നോ കാണാൻ, സ്നോഫാളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് പാർട്ട്. നമ്മളൊരു ഡ്രീം പ്ലേസിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അതിലേക്കാണ് ആ ഒരു രാത്രി, മീൻസ് അവിടെ എത്തണം എന്നതാണ് എൻ്റെ മനസ്സിൽ ഫുള്ളും. കിളി ഇതേ ഉറങ്ങി, ഞാൻ ഫീഡ് ചെയ്തു, അവൾ നല്ല രീതിയിൽ ഉറങ്ങി. ഞാൻ അവിടെ എത്തുന്ന വരെ അവൾ ഉറങ്ങിക്കോളൂ കേട്ടോ. അവൾക്ക് ഭയങ്കര കംഫർട്ടാണ് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ. Oh my God! It's awesome! എന്താ ഞാൻ പറയാ, എന്റെ കണ്ണിനെ എനിക്ക് വിശ്വസിപ്പിക്കാം. I'm feeling snow. അയ്യോ, ഭയങ്കരമായിട്ട് സ്നോ ഫോൾ ഉണ്ടോ? അയ്യോ! Oh my God! എന്നെ കൂട്ടാതെ നിങ്ങൾ എവിടെ പോയതാന്നൊക്കെ കിളി. നമ്മളിപ്പോ തുഷ്പ വൈനറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഫുള്ള് മഞ്ഞാണ്, മഞ്ഞാഴ്ചയും മഞ്ഞ് മലകളും ഫുള്ള് അങ്ങോട്ട് പിടിക്കാൻ. സ്നോ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം സ്നോഫോൾ, ഇത്രത്തോളം നമ്മൾ എവിടെ നോക്കുമ്പോഴും വൈറ്റ്, അത് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു സമയം നമ്മൾ വേറൊരു ലോകത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എന്താ ഈ കുട്ടി ഇങ്ങനെയെന്ന്. അത്രയ്ക്കും എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ. കിളി Here is our winery. Actually, guys, in Areni, it is translated as an old Areni. In it means old in Armenian, and Areni is the name of the grape which only grows in this area. It belongs to this region, and there is no other part in Armenia you can find this grape. This is like typical grape to വൈൻ്റെ ഒരു അരോമ ഇവിടെ നിന്ന് കാണാൻ പറ്റിട്ടോ, മീൻസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു റെഡ് വൺ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോ ആരനി വില്ലേജിൽ നിന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് പോവാട്ടോ. ഒന്നും ആലോചിക്കും, രണ്ടും മലകൾ, ഇവിടെ ഒരു മല, ഇവിടെ ഒരു മല, നടുക്കിൽ ചെറിയ റോഡ്. പണ്ട് ആറാണാമത് വെട്ടി കളിച്ചു. ഇതൊരു ചർച്ചിലൊക്കെയാണ് കേട്ടോ നമ്മൾ എത്തിയത്. എന്താ ഞാൻ പറയാം, ഞാൻ വല്ല ഡ്രീം ലാൻഡിലാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണ്. അർമേനിയയുടെ വീഡിയോസൊക്കെ കാണുമ്പം മെയിനായിട്ട് വരുന്ന ഒരു ചർച്ചാണ് കേട്ടോ ഇത്. ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സ്നോഫോളും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തോ ഒരു വണ്ടർലാന്ന് എന്താ പറയുക, അത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ടാറ്റൻ്റെയും എൻ്റെ കിളീൻ്റെയും കൂടെ. ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ, എന്താ പറയുക, ഭയങ്കര സന്തോഷം. കറുപ്പിനഴക്. No! Oh my God! ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഇതിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പഴയ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് കാണുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ. പിന്നീട് ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. Tunga! Shh. Go. She is little than her. കല്ലാണ് കുഞ്ഞു സൂക്ഷിച്ചു. ഓക്കെ, കല്ലാടാ, കയ്യൊക്കെ പൊട്ടിട്ടോ. കല്ലാണ്, കല്ലാണ്. ഞാൻ പറഞ്ഞത് നോക്കണ്ടട്ടാ, കുഞ്ഞു പേടിണ്ടിക്കേ. എണീറ്റ് വാടി. ഞാൻ ഇവിടെ നിക്കാൻ പോവാ. കിളീനെ നന്നായിട്ട് നോക്കണം.
ഓക്കെ ഇഷ്ടമില്ലെങ്കിൽ ഓളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്. ശരി ഓളെ നന്നായിട്ട് നോക്കണം. ബൈ പൊക്കോ. ആയിക്കോട്ടെ. ഞാൻ കൂടി. ഓ മൈ ഗോഡ്, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതാണ്. കിളി അമ്മിനി ഈ ഒരു വ്യൂ കണ്ട് നിന്ന അവസ്ഥയിൽ ഇതിൽ കേറേണ്ട ഒരവസ്ഥ ഇല്ലേ? എന്താ ഡാറ്റാ? എല്ലാതും ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടില്ലേ? ഓ മൈ ഗോഡ്, ഉള്ളിലേക്ക് കയറാൻ പാടുമോന്ന് അറിയില്ല. ഇതെന്റെ പുതിയ ഷൂസ് ആണ് കേട്ടോ. അതിന്റെ ടാറ്റ എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ്. നൈസ്. ഇതുള്ളത് കൊണ്ട് നല്ല രീതിയിൽ മണ്ണിലൊക്കെ കളിക്കാൻ പറ്റിയെന്ന്. ഈ ഒരു പ്ലേസിന്റെ ഡ്രോൺ വ്യൂ മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളൊരു ഡ്രോൺ വ്യൂ കണ്ടിട്ട് വരൂ, എത്രത്തോളം സൂപ്പർ ആണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, മഞ്ഞിൽ വന്നു കഴിഞ്ഞാൽ വിശപ്പ് കൂടുന്നു തോന്നുന്നു. ഭയങ്കര വിശപ്പാണ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ വന്നതാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പിൽ ആൾ വണ്ടി കൊണ്ട് നിർത്തി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. കിളിക്ക് ഞാൻ ഓറഞ്ച് കൊടുത്തു. നമ്മളും കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ക്ലൈമറ്റിൽ നല്ലൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. കിളി ഓറഞ്ച് കഴിച്ചിട്ട് ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട്. കിളിക്ക് ഓറഞ്ച് കൊടുത്തു, ഞാൻ പിസ്സ എടുത്തു, ടാറ്റ എന്തോ ഒരു സംഭവം എടുത്തു. ഇത് നമ്മളെ അർമാനിയൻ ഫുഡാണ് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത് സൂപ്പറാണ്. സ്മാഷ്ഡ് പൊട്ടാറ്റയും പിന്നെ ചിക്കൻ്റെ ഒരു സംഭവം എനിക്കിഷ്ടമായില്ല. ഞാൻ കഴിക്കാത്തൊരു പാർട്ടാണ് അതുകൊണ്ട്. പക്ഷെ ആ സോസ് നല്ലതായിരുന്നു. ഇത് ലിവറാണ്, ബീഫിൻ്റെ ടൈക്ക് അങ്ങനത്തെ. ഇഷ്ടായോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം ഇനി.
കുറച്ച് ഓഫ് റോഡ് കാണാം കേട്ടോ. നമ്മളിതിൻ്റെ ഇടയിൽ പോയി പെടുന്നൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ചെറിയ ഓഫ് റോഡ് Come. Yeah, come. That's it. Go back. Come. Done. വെൽക്കം ടു അർമേനിയ. നമ്മളിപ്പോ അർമേനിയയില് ബ്രോ. Mountains. പേരറിയില്ല കേട്ടോ. നമ്മള് വണ്ടി ഓടിച്ചിട്ട് എങ്ങോട്ടൊക്കെയോ വന്നു, ഏതിലൂടെയോ ഈ മനുഷ്യർ നമുക്ക് ചുറ്റും മഞ്ഞാണ്. അത് ഇത്രത്തോളം ഹൈറ്റിലും മഞ്ഞാണ്, ഫുൾ മഞ്ഞ് വിത്ത് 2 German Shepherd. Very friendly. Oh my god. ഐസിൽ ഓഫ് റോഡ് ചെയ്ത് വരാന്ന് ഡെസേർട്ടിൽ പോണതൊക്കെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സ്റ്റക്കായി വണ്ടി. നമ്മുടെ അവിടെ ഡെസേർട്ട്, ഇവിടെ മഞ്ഞ്, അത്ര വ്യത്യാസമുള്ളൂ. ടാക്ടിക്സും പരിപാടിയൊക്കെ ഒന്നല്ലേ, പിടിച്ചു കുലുക്കി വണ്ടി ഇറക്കി അവിടുന്ന്. This place. No. Oh my god. ഇവിടേക്കൊന്ന് കയറി നോക്കിയേ. ഒരുപാട് മഞ്ഞ് കൂടി അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്ന് അറിയില്ലായിരുന്നു. അവിടെ ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ നമുക്ക് പോയേ പറ്റുമോ, നമ്മളെ ഗൈഡ് പറഞ്ഞു സൂപ്പറാണെന്ന് കേട്ടോ അർമാൻ ബ്രോ. അപ്പോൾ നമ്മൾ പോയേ പറ്റുമെന്ന് വാശി പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടഫായിരുന്നു വണ്ടി കയറി പോവാൻ. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ നമ്മൾ പോയി. കിളി ഉണ്ട് കേട്ടോ, വണ്ടി അത്യാവശ്യം കുലുക്കുണ്ട്. എന്നാൽ കൂടി ഞാൻ കിളീനെ ഭയങ്കര കാമാക്കി സെറ്റാക്കി നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ച. സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മഞ്ഞിൽ ഓടിയിട്ട് സ്റ്റെപ്പ് ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോ ഒരു ചർച്ചിക്ക് വന്നതാ. The church name? Zorats. Church in Armenia where people, the army got blessing before going for a battle, for a fight. Wow. 14th century. 14th century. Wow. പട്ടാളക്കാരൊക്കെ യുദ്ധത്തിന് പോകുന്നതിൻ്റെ മുന്നേ അനുഗ്രഹം മേടിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ചർച്ചാണിത്. 14th century. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അയ്യോ ഇപ്പൊ സ്റ്റെപ്പൊന്നും കാണുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഒരു മൗണ്ടെയിൻ ആണ്. ഇപ്പൊ ഫോഗ് ആയതുകൊണ്ട് കാണുന്നില്ല. വാട്ട് ഈസ് ദിസ് ബ്രോ? This one? This is Khachkar. കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കിളി എങ്ങനെയുണ്ട് മഞ്ഞത്ത്. നല്ല കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ഗേൾ ആയിട്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കച്ചറ ഉണ്ടാക്കും, ദേഷ്യം പെടും. അപ്പം എന്തെങ്കിലും ഫ്രൂട്ടോ പാലൊക്കെ കൊടുക്കുമ്പോൾ അവൾ ഓക്കെ ആവും. പിന്നെ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഞാനിങ്ങനെ കംഫർട്ടാക്കി കൊടുക്കും. അവളിങ്ങനെ കിടന്നുറങ്ങും. പിന്നെ എഴുന്നേക്കും, അച്ഛനും അമ്മയും മാറി മാറി എടുക്കും. സന്തോഷം തന്നെ സന്തോഷം. ഫുള്ള് മഞ്ഞാണ്. കിളി നോക്ക്, ബൗബൗ. കിളി ബൗബൗ. Love dogs.
Oh my god, ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ, നമ്മുടെ റിസോർട്ട്. ഇവരെയാണെന്ന് നമ്മൾ ടാറ്റ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരു നിമിഷമെങ്കിലും വിചാരിച്ചു കേട്ടോ കിളി ഇല്ലാതെ വന്നാൽ മതിയെന്ന്. പക്ഷെ അത് ഭയങ്കര തെറ്റായി പോയേനെ. കിളി ഇല്ലാതെ വന്നിരുന്നെങ്കിൽ എന്നെക്കാളും ഏട്ടനേക്കാളും കൂടുതൽ അവൾ എൻജോയ് ചെയ്യുന്നു. കിളിക്ക് ഇഷ്ടായോ? ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയേനെ അല്ലേ? അവള് ഭയങ്കര ഹാപ്പി. അവള് ഓരോന്നും കാണുമ്പോഴും അവള് നോക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അവൾ ഓരോന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല, പക്ഷെ അവള് ഭയങ്കര ഹാപ്പിയാ. അത് കാണുമ്പോ ഭയങ്കര സന്തോഷം. നമ്മൾ സ്വപ്നം കണ്ടാൽ ചിലതൊക്കെ നടക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആണിത്, അതുപോലത്തെ ഒരു സ്റ്റേ ആണിത്. ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇവിടെ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു റൂമും ഈ ഒരു ഡേയും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഞാൻ എടുത്തില്ല, ഫോൺ അങ്ങ് മാറ്റി വെച്ചു. നൈറ്റിലേക്ക് പിസ്സ എടുത്തു കേട്ടോ. പിസ്സ കുറച്ച് ഹെവി ആയിപ്പോയി. ഇത്രത്തോളം ഇങ്ങനെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. സംഭവം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് ഒരു ഒതൻറ്റിക് ടേസ്റ്റ്. ഇതാണ് സ്ഥലം ട്ടോ അല്ലേ? നോക്ക്, കാത്തു അവിടെ ഉണ്ട്. കാത്തു അങ്ങോട്ട് പോയിട്ടില്ല. ഇത് സ്വിമ്മിംഗ് പൂളാ അല്ലേ? വേറെ ലെവൽ ഫീൽ. ഞങ്ങൾ രണ്ടാളും പരസ്പരം 2-3 കൊല്ലം മുന്നേ, ഇത് ഉണ്ടാവുന്നതിന് മുന്നേ റീൽസ് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ, പോസ്റ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ ഷെയർ ചെയ്യും. അപ്പം ഞാൻ ഏട്ടനെ അയച്ചെടുത്ത ഒരു വീഡിയോയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. എങ്ങനെയോ അർമേനിയ വന്നപ്പോൾ എങ്ങനെയോ ആ സ്ഥലം വന്നതാണ് കേട്ടോ, അല്ലാതെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഈ സ്ഥലത്ത് വന്നു വന്നല്ലോ, എങ്ങനെയോ അത് സംഭവിച്ചു. നമുക്കത് ബാൺ ഹൗസ് ആയിരുന്നു ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ സംഭവം റിസോർട്ട് ഇതാന്ന് അറിഞ്ഞപ്പോ നമ്മള് പറഞ്ഞു ഇതാണ് ഇത് അർമേനിയാണെന്നൊന്നും. പക്ഷെ കണ്ടപ്പോ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, ഭയങ്കര ഹാപ്പി. ടുങ്കുവിന്റെ കാർത്തു. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ.